ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചേമ്പ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നാടൻ ചേമ്പ് കറിയാണിത്. നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വളരെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. അതിനുവേണ്ടി 2 ചേമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചേമ്പ് നമുക്ക് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ പുറമേയുള്ള തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. തൊലിയെല്ലാം നന്നായിട്ട് പോക്കിയതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഈ ഒരളവിലാണ് ഞാനിപ്പോൾ മുറിച്ചെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിനു മുമ്പ് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ച് വേവിക്കാം. ചേമ്പ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ വേവുന്നതാണ്. നമുക്കിത് തീ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം തിളച്ച് വരണം. തിളച്ചതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കണം. 3/4 കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ നിറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ചേമ്പ് കഴിക്കുന്നത് കൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ചേമ്പ് വേവിക്കാൻ വെച്ചിരുന്നത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ജാറിലേക്ക് തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിത് അധിക സമയം വേവിച്ചെടുക്കാൻ പാടില്ല. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് കടുക് താളിച്ചിടേണ്ടതാണ്. ഇതിൽ ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കടുക് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെക്കുന്നത് കൊണ്ട് നമ്മൾ കടുക് താളിച്ചിട്ടതിൻ്റെ ഫ്ലേവറൊക്കെ കറിയിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ചേമ്പ് കറി തയ്യാറായി കഴിഞ്ഞു. നമുക്കിത് ചോറിനൊപ്പം കഴിക്കാവുന്നതാണ്. ചേമ്പ് കറി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. വീട്ടുമുറ്റത്തിന് കുറച്ച് അപ്പുറത്ത് കുറച്ച് സ്ഥലമുള്ളവർക്കൊക്കെ ചേമ്പ് നട്ട് വളർത്തുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ചേമ്പ് അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നാടൻ ചേമ്പ് കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻസൊക്കെ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.